അപ്പോൾ നമുക്ക് പത്രങ്ങളിലൂടെ ഒന്ന് പോകാം. നമുക്ക് ജന്മഭൂമി പത്രം എടുത്താൽ ജന്മഭൂമിയുടെ എല്ലാ പത്രങ്ങളിലും ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യമാണ് ഒന്നാം പേജിൽ. അപ്പോൾ ഒന്നാം പേജിൽ നൽകേണ്ടി വരുന്നു. ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ മലയാളികൾക്ക് IAS ലഭിച്ച വാർത്ത വളരെ പ്രാധാന്യം ഉള്ള വാർത്തയായിരുന്നു. അതുതന്നെയാണ് പത്രങ്ങളും ഇന്ന് സവിശേഷമായി നൽകിയിട്ടുള്ളത്. അതിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് വിജയി ശ്രീജ JS. അച്ഛൻ M വിജയകുമാറിനും അമ്മ K ഷീജകുമാരിക്കും ഒപ്പം നിൽക്കുന്ന മനോഹരമായ ചിത്രത്തിനൊപ്പം വാർത്ത നൽകിയിരിക്കുന്നു. ഒരു മകൾ അച്ഛന് നൽകിയ വിജയം എന്നാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഈ വർഷത്തെ സിവിൽ സർവീസ് ഫലം വന്നപ്പോൾ തലസ്ഥാനത്തിൻ്റെ റാങ്കിൻ്റെ സ്വർണ്ണത്തിളക്കം സമ്മാനിച്ച് ശ്രീജ JS. നരുവാമൂട് വെള്ളാപ്പള്ളി രോഹിണി ഭവനിൽ M ജയകുമാറിൻ്റെയും K ഷീജകുമാരിയുടെയും മകൾ ശ്രീജയ്ക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് എന്നുള്ള വാർത്ത. കൂലിപ്പണിക്കാരനാണ് ഈ ശ്രീജയുടെ അച്ഛൻ അങ്ങനെ കൂലിപ്പണി ചെയ്തുണ്ടാക്കുന്ന പൈസ സ്വരൂപിച്ച് കടമൊക്കെ വാങ്ങി മകളെ നന്നായി പഠിപ്പിച്ചു. മകൾ റാങ്ക് നേടണമെന്നുള്ള ഉദ്ദേശത്തോടെ സിവിൽ സർവീസ് പരീക്ഷ നേടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പഠിച്ചു. ആ വാർത്ത ഗംഭീരമായി നൽകിയിട്ടുണ്ട് ജന്മഭൂമി. ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത BJP മെഗാ അദാലത്തും ജനസംഘവും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പരാതി പ്രളയം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം നമുക്കറിയാം, അത് ധർമ്മടമാണ്. ആ മണ്ഡലത്തിൽ BJP നടത്തിയ അദാലത്തിൽ KPCC അധ്യക്ഷൻ്റെ സഹോദരൻ വരെ പരാതി നൽകാൻ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർത്ത ശ്രദ്ധിക്കപ്പെടുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. സദാനന്ദൻ മാസ്റ്ററും ആ പരിപാടിയിലുണ്ടായിരുന്നു. AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ നേതാക്കളും ആ പരിപാടിയിൽ പങ്കെടുത്തു. വൻ വിജയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെല്ലാം ഗംഭീരമാണ് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പരാതി നൽകാൻ നിരവധി നൂറുകണക്കിന് ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ ജന്മഭൂമി ഇന്ന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ജന്മഭൂമിയുടെ മറ്റ് പേജുകളിലേക്ക് വന്നാൽ നൽകുന്ന ആരോഗ്യഭാരതം ജന ഔഷധി എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ നൽകുന്നുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ജന്മഭൂമിയുടെ ഉൾപേജിലുള്ള ഒരു വാർത്തയാണ് കാലടി മുൻ VCയുടേത് ഗുരുതര വീഴ്ച എന്നുള്ളതാണ്. അതിൽ ഗവർണറുടെ ഉത്തരവ് അവഗണിച്ച് തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിച്ചു. അതാണ് കാലടി VCയെ അവിടെ നിന്ന് മാറ്റാൻ കാരണം ആയത് അതാണ് എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി വളരെ പ്രാധാന്യത്തോടെ നൽകുന്നത്. ഇനിയും മറ്റു പത്രങ്ങളിലേക്ക് നമുക്ക് ഒന്ന് വന്നാൽ മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമി പത്രത്തിലേക്ക് വന്നാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത എന്ന് പറയുന്നത് ഇറാൻ കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയെന്നുള്ള വാർത്തയാണ്. നമ്മൾ നേരത്തെ രാവിലെ ആ വാർത്ത പറഞ്ഞതാണ്. ഇറാൻ കപ്പലിന് കൊച്ചിയിൽ അഭയം. ഇറാൻ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചത് ദേന കപ്പൽ അമേരിക്ക മുക്കിയതിന് മുമ്പ് നൽകിയ ഇറാൻ്റെ ആ കപ്പലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാവിന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. 183 ഇറാനിയൻ നാവികർക്ക് നമ്മൾ അഭയം നൽകി എന്നുള്ള വാർത്തയും വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളും ഗംഭീരമായി നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുടെ വാർത്ത അതും മാതൃഭൂമി ഗംഭീരമായി നൽകിയിരിക്കുന്നു. സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു, മിന്നി കേരളം എന്നുള്ളതാണ് തലക്കെട്ട്. ജയശ്രീജ 57ാം റാങ്ക്, കൊല്ലം സ്വദേശി ആദിത്യ നാരായണൻ 68ാം റാങ്ക്, അതുപോലെ തന്നെ ആദ്യ 500-ൽ മലയാളികളുണ്ട്, 47 പേരുണ്ട്. അനുജ് അഗ്നിഹോത്രിക്ക് 1ാം റാങ്ക്. 1ാം റാങ്ക് കിട്ടിയ ആളിൻ്റെ പടവും കൂടി ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. ശ്രീജയെ പറ്റി തന്നെയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീജയുടെ പടം വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് വാർത്തയാണ് മാതൃഭൂമിയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ഇനി നമ്മൾ മലയാള മനോരമയിലേക്ക് വന്നാൽ മലയാള മനോരമയിൽ മനോരമ ഈ സിവിൽ സർവീസിൽ റാങ്ക് കിട്ടിയവരുടെ വാർത്ത നൽകിയിരിക്കുന്ന അതിൻ്റെ തലക്കെട്ട് നമ്മൾക്കെല്ലാം ആകർഷണീയമാണ്. അതായത് ഇവർ പാഠമാണ് എന്നാണ് മനോരമ പറയുന്നത്. ഇവർ പാഠമാണ്. 57 റാങ്ക് നേടിയ JS ശ്രീജ കേരളത്തിൽ 1ാമത്. ആദ്യ 100-ൽ 2 മലയാളികൾ. ശ്രീജ അച്ഛനെയും അമ്മയെയും ചേർത്ത് നിർത്തിയിരിക്കുന്ന പടം മനോരമ
വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു. ജീവിതാവസ്ഥകളോട് പൊരുതി ജയിച്ച് 5 ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ IAS വാർത്ത ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രങ്ങൾ ഇന്ന് അത്തരം വാർത്തകൾ അവതരിപ്പിക്കാൻ മത്സര ബുദ്ധിയോടെ തന്നെ പേജും വാർത്തയും ഒക്കെ ചെയ്യുന്നതിന് തയ്യാറായി എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത 7-ാം പേജിലേക്ക് വന്നാൽ 7-ാം പേജിലുള്ളത് ഗൾഫ് ആകാശത്ത് ഇറാൻ മിസൈൽ പെയ്ത്ത് ഭീതി ഒഴിയാതെ പ്രവാസ ലോകം. ചെറുത്ത് 100 കണക്കിന് ഡ്രോണുകൾ. ബഹ്റൈനിൽ ഖത്തർ നാവികസേന അംഗങ്ങൾ താമസിച്ച കെട്ടിടത്തിന് നേരെയും ആക്രമണം എന്നുള്ള യുദ്ധത്തിൻ്റെ വാർത്ത പ്രാധാന്യത്തോടെ മനോരമ നൽകുന്നുണ്ട്. അതിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയവർ വരുന്നതും കാത്ത് റുമാനിയയിലെ ഓട്ടോപ്പനി വിമാനത്താവളത്തിൽ നിൽക്കുന്നവർ എന്നുള്ള ഒരു ചിത്രവും ഒരു കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം അടക്കം യുദ്ധത്തിൻ്റെ വാർത്ത വളരെയധികം പ്രാധാന്യത്തോടെ നൽകുന്നു. അതിനോട് ചേർത്ത് യുദ്ധത്തിൻ്റെ വാർത്തകൾ നിരവധിയുണ്ട്. US ഇസ്രായേൽ ലക്ഷ്യം, ഇറാൻ്റെ നാവിക ശക്തി തുടങ്ങിയ മനോരമ പത്രത്തിൽ യുദ്ധത്തെ സംബന്ധിച്ച നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് കേരള കൗമുദിയിലേക്കൊന്ന് പോകാം. കേരള കൗമുദിയിലേക്ക് ചെന്നാൽ കേരള കൗമുദിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന വാർത്ത G. സുധാകരനെ സംബന്ധിച്ചൊരു വാർത്തയാണ്. G. സുധാകരൻ വാർത്തയാണല്ലോ, 3-4 ദിവസമായി G. സുധാകരൻ വാർത്തയാണ്. അത് കേരള കൗമുദി കൊടുക്കുന്നത് ഇങ്ങനെയാണ്: അനുനയ നീക്കം പരാജയം, നിലപാടിൽ ഉറച്ച് സുധാകരൻ. GS സുജാത വീട്ടിലെത്തി കണ്ടു. ഇന്നലെയാണ് CPMൻ്റെ നേതാവായിട്ടുള്ള CS സുജാത G. സുധാകരനെ ആലപ്പുഴയിലെ വീട്ടിൽ പോയി കാണുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിലെ ഒരു പാല ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് സുധാകരൻ്റെ വീട്ടിലെത്തി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ വാർത്തയിലുണ്ട്. അതുകൊണ്ട് സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അനുനയ നീക്കം ഇന്നലെ വരെ പാളി. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വന്ന് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അതേപോലെ തന്നെ സുധാകരനെ പരിഗണിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി തന്നെ അക്കാര്യം സമ്മതിക്കുന്നു എന്നുള്ള വാർത്ത ബോക്സ് ഐറ്റമാക്കി കേരള കൗമുദി കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വാർത്ത യുദ്ധത്തെ സംബന്ധിച്ചാണ് കേരള കൗമുദി നൽകുന്ന 12-ാം പേജിൽ. ഇത് തിരുവനന്തപുരം എഡിഷനാണ്. അപ്പോൾ മറ്റ് ജില്ലകളിൽ വരുമ്പോൾ പേജിൻ്റെ നമ്പറൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരം എഡിഷൻ്റെ ആണ് പേജ് നമ്പർ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം, ബാർക്ക് റേറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ബാർക്ക് റേറ്റിംഗ് എല്ലാ ആഴ്ചയും TV ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് അവർ ഏത് റേറ്റിങ്ങിലാണ് എന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രത്യേക ഒരു നിരീക്ഷണ സംവിധാനമാണ് ബാർക്ക് റേറ്റിംഗ്. ഈ ബാർക്ക് റേറ്റിംഗ് തൽക്കാലം 4 ആഴ്ചത്തേക്ക് നൽകാൻ പാടില്ല എന്നുള്ള ഒരു അറിയിപ്പ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കാരണം യുദ്ധത്തെ സംബന്ധിച്ച് അനാവശ്യമായ ഭീതി ഉയർത്തിക്കൊണ്ട്, ജനങ്ങളിൽ ഭീതി പടർത്തിക്കൊണ്ട് അനാവശ്യമായ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള വാർത്തകൾ ഈ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില ചാനലുകൾ മനഃപൂർവ്വം നൽകുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 4 ആഴ്ചത്തേക്ക് ബാർക്ക് റേറ്റിംഗ് നൽകേണ്ടതില്ല എന്നുള്ള ഒരു ഉത്തരവ് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നൽകിയിരിക്കുന്നു. ഈ വാർത്ത കേരള കൗമുദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ വാർത്തയിലുണ്ട്. അതാണ് കേരള കൗമുദി നോക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന വാർത്തകൾ അതെല്ലാമാണ്. CPM പാർട്ടി ലിസ്റ്റ്, അതായത് CPMൽ മത്സരിക്കുന്നവർ ആരൊക്കെ എന്നുള്ളൊരു ലിസ്റ്റും കേരള കൗമുദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പത്രങ്ങളിൽ പല രീതിയിൽ പലരുടെ പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് CPMൽ മത്സരിക്കുക എന്നുള്ളൊരു പട്ടിക അത് കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. ആ പട്ടിക ഒന്നും ശരിയായിരിക്കണമെന്നുള്ള ഇല്ല, പക്ഷേ അവർക്ക് ലഭിച്ച ഒരു ലിസ്റ്റാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ആരൊക്കെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേരള കൗമുദിയിലുണ്ട്. ഇനി നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ, മൈക്ക് ഡ്രോപ്പ് മാൻഡേറ്റ് ആസ് നേപ്പാൾ മൂവ് ടു റാപ്പർ ബാലൻസ് ബീറ്റ്. അവിടെ നേപ്പാളിൽ പുതിയ ഭരണ നേതൃത്വം വരുന്നു. ഒരു യുവ നേതാവ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി വരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ഗായകനായി അവിടെ ജനങ്ങൾക്കിടയിൽ പേര് നേടിയ ഒരാൾ വളരെ പെട്ടെന്ന് അവിടെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നു. നേപ്പാളിൽ ഇന്നേ വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റമാണ്.
നേപ്പാളിൽ ഉണ്ടാകുന്നത് എന്നുള്ള വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഇതാണ് പത്രവിശേഷങ്ങളിൽ ഇന്ന് പ്രധാനമായും പറയാനുള്ളത്.